ഇന്റർനെറ്റിലൂടെ നമ്മൾ പകർത്തുന്ന ഫോട്ടോകൾ സെല്ല് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്ഷനുകളെ കുറിച്ചാണ് ഫോട്ടോത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ്. ഹോബിയായിട്ട് ഫോട്ടോ എടുക്കുന്ന ആളുകൾ നല്ല ചിത്രങ്ങൾ പകർത്തും, എഡിറ്റ് ചെയ്യും, അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അതോടെ തീർന്നു പരിപാടി. എന്നാൽ നമ്മുടെ ഹോബി തന്നെ നല്ലൊരു വരുമാന മാർഗ്ഗം ആകുകയാണെങ്കിൽ അത് എത്ര നല്ലതായിരിക്കും. നമ്മുടെ ചിത്രങ്ങൾ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി വെബ്സൈറ്റുകൾ. എന്താണ് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി? ഈ ഒരു കാലഘട്ടത്തിൽ കമ്പനികൾക്ക് അവരെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടും വെബ്സൈറ്റുകൾക്ക് വേണ്ടിയിട്ടും ഡിസൈനിങ്ങിനും പ്രിന്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നിരവധി ചിത്രങ്ങളുടെ ആവശ്യം വരാറുണ്ട്. എന്നാൽ ഗൂഗിളിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചിത്രങ്ങൾ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് വരും. അതുകൊണ്ട് തന്നെ പല ബ്രാൻഡുകളും അവർക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ഇത്തരം സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി വെബ്സൈറ്റുകളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി വെബ്സൈറ്റുകളിൽ എങ്ങനെയാണ് ചിത്രങ്ങൾ എത്തുന്നത് നോക്കാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഈ സൈറ്റുകളിൽ ജോയിൻ ചെയ്യും. അതിനുശേഷം അവരെ നല്ല ചിത്രങ്ങൾ ഈ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യും. ആവശ്യക്കാർ ഈ വെബ്സൈറ്റിൽ നിന്ന് ഫോട്ടോഗ്രാഫുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോഗ്രാഫേഴ്സിന് അതിന്റെ കമ്മീഷൻ കിട്ടും. ഒരേ പിക്ചർ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പർച്ചേസ് ചെയ്താലും ഈ ഫോട്ടോഗ്രാഫേഴ്സിന് കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഏത് തരം ചിത്രങ്ങളാണ് നമ്മൾ ഈ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി വെബ്സൈറ്റുകളിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്? ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതുപോലെ തന്നെ മാർക്കറ്റിന്റെ നീഡ് അനുസരിച്ച് വേണം നമ്മൾ നല്ല ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം പറയാം. ഈ കോവിഡ് കാലത്ത് കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഡിസൈനുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിരവധി ചിത്രങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട നല്ല ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് സെല്ല് ചെയ്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി എവിടെ തുടങ്ങണം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ ചില ബെസ്റ്റ് വെബ്സൈറ്റുകളെ പരിചയപ്പെടാം. ഷട്ടർ സ്റ്റോക്ക്. സ്റ്റോക്ക് ഫോട്ടോഗ്രാഫിയിലെ വമ്പന്മാരാണ് ഷട്ടർ സ്റ്റോക്ക്. 15 വർഷമായി ഷട്ടർ സ്റ്റോക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഷട്ടർ സ്റ്റോക്കിൽ നമുക്ക് ഫോട്ടോകൾ മാത്രമല്ല വീഡിയോകളും അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം 15 ലക്ഷത്തോളം ചിത്രങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഷട്ടർ സ്റ്റോക്കിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. വിൽക്കുന്ന ചിത്രങ്ങളുടെ 30% വരെയാണ് ഫോട്ടോഗ്രാഫേഴ്സിന് ഷട്ടർ സ്റ്റോക്ക് നൽകുന്ന കമ്മീഷൻ. ഷട്ടർ സ്റ്റോക്കിന്റെ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ അവരുടെ ആപ്പ് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് വെക്കാൻ പറ്റും. അഡോബി സ്റ്റോക്ക്. അഡോബിയുടെ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി പ്ലാറ്റ്ഫോമാണ് അഡോബി സ്റ്റോക്ക്. അഡോബി എന്ന് പറയുന്നത് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. അഡോബിയുടെ ലൈറ്റ് റൂമും ഫോട്ടോഷോപ്പും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അഡോബി ഫോട്ടോഗ്രാഫി രംഗത്തുണ്ടാക്കിയ വിശ്വാസ്യത തന്നെയാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ കരുത്ത്. വിൽക്കുന്ന ചിത്രത്തിന്റെ 33% അഡോബി ഫോട്ടോഗ്രാഫേഴ്സിന് നൽകുന്ന കമ്മീഷൻ. അഡോബിയുടെ തന്നെ ലൈറ്റ് റൂമിൽ നിന്നും അതുപോലെ തന്നെ ബ്രിഡ്ജിൽ നിന്നും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് അഡോബി സ്റ്റോക്കിലേക്ക് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എളുപ്പം കൂടെയുണ്ട്. ഇതുകൂടാതെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ടും ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആലമി. സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല വെബ്സൈറ്റ് ആണ് ആലമി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനും അക്കൗണ്ട് തുടങ്ങാനും ഇമേജ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ പ്രൊസീജിയർ ഭയങ്കര എളുപ്പമാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വിൽക്കുന്ന ചിത്രത്തിന്റെ 50% വരെയാണ് ഇവർ ഫോട്ടോഗ്രാഫേഴ്സിന് കൊടുക്കുന്ന കമ്മീഷൻ. ഫോട്ടോകളും വീഡിയോകളും മാത്രമല്ല 360 ഇമേജുകളും വെക്ടറുകളും ഇല്ലുസ്ട്രേഷനുകളും ഒക്കെ ആലമി കൂടെ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇമേജസ് ബാസാർ. സ്റ്റോക്ക് ഫോട്ടോഗ്രാഫിയിലെ ഇന്ത്യൻ സാന്നിധ്യമാണ് ഇമേജസ് ബാസാർ. മറ്റ് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി വെബ്സൈറ്റുകളിൽ കൂടുതലും വിദേശ പശ്ചാത്തലത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ചിത്രങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഇമേജസ് ബാസാർ. അതുമാത്രമല്ല, നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ കൂടുതൽ സ്യൂട്ട് ആവുക ചിലപ്പം ഈ വെബ്സൈറ്റുകളിലൊക്കെ ആയിരിക്കും. വിൽക്കുന്ന ഫോട്ടോയുടെ 50% വരെ കമ്മീഷൻ ഇമേജസ് ബാസാർ ഫോട്ടോഗ്രാഫേഴ്സിന് കൊടുക്കുന്നുണ്ട്. IM. സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി രംഗത്ത് താരതമ്യേന തുടക്കക്കാരാണ് IM. ഇത് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ഒക്കെ പോലെയുള്ള ഒരു നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടിയാണ് IM. നിങ്ങൾക്ക് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഇമേജുകൾ പോസ്റ്റ് ചെയ്യാം. ഇനി ഇത് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ളൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ അമർത്തിയാൽ മാത്രം മതി. സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമുക്ക് മുന്നിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ആവുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിത്രങ്ങളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആണ്. ഓപ്പർച്യൂണിറ്റി ഉള്ളതുപോലെ തന്നെ നല്ല കോമ്പറ്റീഷൻസും ഉണ്ട്. നമ്മളെ ചിത്രങ്ങൾ മത്സരിക്കുന്നത് ലോകത്തെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫേഴ്സിനോടാണ്. അതായത് നല്ല ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അത് പർച്ചേസ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിന് എന്താണ് വേണ്ടതെന്നും കറണ്ട് ട്രെൻഡ് എന്താണെന്നും മനസ്സിലാക്കിയിട്ട് ഏറ്റവും നല്ല ചിത്രങ്ങൾ പകർത്തുകയും അപ്ലോഡ് ചെയ്യുകയും വേണം.